2025 is officially coming to an end. Like, ഈ ഒരു വർഷം തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇത്ര പെട്ടെന്ന് ഈ വർഷം എങ്ങോട്ടാ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു വർഷം അടിപൊളി വർഷമായിരിക്കും, ചില ആൾക്കാർക്ക് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഇയർ ആയിരിക്കും, ചില ആൾക്കാർക്ക് മോഡറേറ്റ് ആയിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ വി സ്റ്റിൽ ഗോട്ട് ടൈം. 2 മാസം തികച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1.5 മാസമെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. സോ മേക്ക് ഇറ്റ് വർത്ത്. ഈ ഒരു വർഷം ഭയങ്കര ബോറിംഗ് ഇയർ ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ യു സ്റ്റിൽ ഗോട്ട് ടൈം. ഈ ഒരു 1.5 മാസത്തിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐഡിയാസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെറിയൊരു സർപ്രൈസും കൂടെ ഉണ്ട്. കുറച്ച് പേർക്കൊക്കെ അത് വാവ് എന്ന് പറഞ്ഞ് തോന്നും, കുറച്ച് പേർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് തോന്നിയാലും തോന്നാം. അതെന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല, ഞാൻ ഈ പോയിൻറ്റ്സ് തുടങ്ങുമ്പോൾ തന്നെ പറയാം. എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും ഷോർട്ടായിട്ടുള്ളൊരു ഇൻട്രോ പറയുക. അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ച് വലിച്ചൊരു 5 മിനിറ്റ് ഞാൻ ഇൻട്രോ പറയും. വേറെ ഒന്നുമല്ല, ഞാനൊരു സ്പെഷ്യൽ കാര്യം പറയണം പറഞ്ഞില്ലേ, അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു ബിഫോർ മൂവിങ് ടു 2026 ഈസ് ടു ഡീക്ലട്ടർ. ഫസ്റ്റ് തിങ് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇസ് എൻവിറോൺമെൻറ്റൽ ക്ലീനിങ്. അതായത് നമ്മുടെ റൂമും പരിസരമൊക്കെ ഒതുക്കി വെക്കുക, ബെഡൊക്കെ ഒന്ന് നീറ്റ് ആക്കുക, ഡീപ്പ് ക്ലീനിങ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് സെക്കൻഡ് തിങ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ മസ്റ്റ് സേ ഇസ് സോഷ്യൽ ഡീക്ലട്ടറിങ്. അതായത് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ അക്കൗണ്ട്സ് നമ്മൾ ഫോളോ ചെയ്ത് വെക്കാറുണ്ട്. ചില അക്കൗണ്ട്സൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോക്കിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക. അതായത് അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു. അഫ്കോഴ്സ് കമോൺ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഈവൻ ഞാനും അക്സെപ്റ്റ് ചെയ്യാം. മീൻസ് ആരുടെയെങ്കിലുമൊക്കെ പ്രൊഫൈൽ നമ്മൾ നോക്കുന്നത് തന്നെ അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനും, പിന്നെ എന്താ പറയുക, അയ്യോ അവരുടെ ലൈഫൊക്കെ എന്ത് അടിപൊളിയാലേ, അങ്ങനെ അഡ്മയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചില അക്കൗണ്ട്സൊക്കെ ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള അക്കൗണ്ട്സൊക്കെ അൺഫോളോ ചെയ്യുക. ആൻഡ് ഐ ഡിഡ് ദാറ്റ്. ഞാനങ്ങനെ സ്റ്റോക്ക് ചെയ്യാനല്ല മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. കുറേ അക്കൗണ്ട്സൊക്കെ അയ്യോ ഇവരുടെ, അതായത് ഞാനിങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആട്ടെ, പേഴ്സണൽ അക്കൗണ്ട്സ് ഒന്നുമല്ല, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഓരോ അക്കൗണ്ട്സൊക്കെ ഫോളോ ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് അതൊക്കെ കാണുന്ന സമയത്ത് അയ്യോ അവരവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ തന്നെ നോക്കാറുണ്ട്. അങ്ങനെയുള്ള അക്കൗണ്ട്സൊക്കെ അൺഫോളോ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അക്കൗണ്ട്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈമിൽ ഇവരുടെ ലൈഫും നമ്മുടെ ലൈഫും നമ്മൾ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യും. ഐ മീൻ നമ്മുടെ ലൈഫ് ഓണസ്റ്റ്ലി ബെറ്റർ ആയിട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. മീൻസ് നമ്മുടെ പ്രീവിയസ് സെൽഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും. പക്ഷേ നമ്മളെക്കാളും മുൻപിലുള്ള ആൾക്കാരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു ഹാപ്പിനെസ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. സോ unfollow all the accounts which make you feel insecure or which makes you feel sad. അൺഫോളോ ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ സോഷ്യൽ ഡീക്ലട്ടറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ അൺഫോളോ ചെയ്യുക മാത്രമല്ല, നമ്മുടെ റിയൽ ആയിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ അറ്റ്മോസ്ഫിയറിലുള്ള ഫ്രണ്ട്സ്, ഫാമിലി, അവരുടെയൊക്കെ ഒരു ഡീക്ലട്ടറിംഗ് കൂടെയാണ്. അതായത് നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് അത് നമ്മളെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പ് ഏത് നേരം നോക്കിയാലും മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കുന്ന പോലത്തെ ഒരു ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതുപോലത്തെ ഒരാളായിട്ട് മാറും. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് നല്ല ഫ്രണ്ട് ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. ഇത് കേൾക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് തോന്നും ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ ഒഴിവാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരാൾ നല്ലതല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടു റിമൂവ് ദം. അതായത് അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ കൂടെ മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അവർ ലൈഫ് വിൽ ബി മിസറബിൾ ആൻഡ് നമ്മൾ എവിടെ എത്തില്ല. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡീക്ലട്ടറിംഗ് ഈസ് മെൻ്റൽ ഡീക്ലട്ടറിംഗ്. അതായത് നമ്മുടെ മൈൻഡിൽ കുറേ ഇമോഷണൽ ബേർഡൻസ് ഉണ്ടാവാം, പല വെറീസ് ഉണ്ടാവാം, പല മെൻ്റലി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ മാറുള്ളൂ. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടോ നമ്മൾ ജസ്റ്റ് തെറാപ്പിക്ക് പോയോണ്ടോ അതുകൊണ്ടൊന്നും മാറില്ല. നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ. അങ്ങനെയുള്ള വെറീസും ഇമോഷണൽ ബേർഡൻസും ഒക്കെ ഈ ഒരു വർഷം കളഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറിലോട്ട് നല്ല ഫ്രഷ് ആയിട്ട് പോവാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് മേ ബി അറിയില്ല. ജസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുക, അവർ പറയുന്ന പോലെ ഇപ്പോൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. മീൻസ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നെ യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും എല്ലാം മാറുമെന്നൊക്കെ പറഞ്ഞ് തോന്നും. മേ ബി ഗിവ് ഇറ്റ് എ ട്രൈ. ചിലപ്പോൾ അത് ചെയ്ത് നമുക്ക് ഇതൊക്കെ ശരിയായാലോ. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ജേർണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ കീറി ഒട്ടിക്കുന്ന ജേർണലിംഗ് തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഒന്ന് ഒരു പേപ്പറിൽ എഴുതുക. എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം.
അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഇത് തോന്നുന്നത്, ഇതിപ്പോൾ ഞാൻ എങ്ങനെ ശരിയാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും. ആൻഡ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് ലൈസ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ കയ്യിൽ എത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സ് എപ്പോഴും അതില്ല ഇതില്ല എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. സോ ടേക്ക് എ മൊമെൻറ്റ്, പോസ് ആൻഡ് റൈറ്റ് സം ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ്. അതാകുമ്പോൾ നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഓ ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്, അപ്പം ഞാൻ കയ്യിൽ കിട്ടാത്ത കാര്യങ്ങളോ നടക്കാത്ത കാര്യങ്ങളോ ആലോചിച്ച് എന്തിനാ വിഷമിക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ സ്വയം തോന്നാൻ തുടങ്ങും. സെക്കൻഡ് തിങ് യു ഷുഡ് ഡു ഇസ് ടു എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്സ്. എല്ലാ ആൾക്കാർക്കും ഓരോ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. അതായത് നമുക്ക് അറിയാം, മീൻസ് ഇതൊരു ബാഡ് ഹാബിറ്റ് ആണ്, ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതല്ല. പക്ഷേ ആ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പും എടുക്കാറില്ല, നമ്മളത് അക്നോളജ് ചെയ്യാറേ ഇല്ല. അത് ഇന്നത്തോടെ നിർത്തുക. ഇന്ന് തന്നെ നിങ്ങളുടെ ഓരോ ബാഡ് ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ബാഡ് ഹാബിറ്റ്സിനെ ഗുഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യുക. വിച്ച് ബ്രിങ്സ് us ടു ദ സർപ്രൈസ്. ഇനി ഞാൻ എൻ്റെ സർപ്രൈസ് പറയാം. ഒരുപാട് ലാഗ് എടുപ്പിച്ച് വലിപ്പിക്കുന്നില്ല. ഐ സ്റ്റാർട്ടഡ് എ ന്യൂ ചാനൽ. അതെ ഗൈസ്, കടിൽ ക്ലൗഡ് തുടങ്ങി, ഡയറീസ് തുടങ്ങി, ഇപ്പം ഞാൻ മൂന്നാമതൊരു ചാനലും കൂടെ തുടങ്ങി. സോ channel name is Cuddle Talks. ഫസ്റ്റ് തന്നെ കഡിൽ ഡയറീസ് തുടങ്ങിയിട്ട് ഞാൻ മര്യാദയ്ക്ക് ചെയ്തില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയെന്ന് വിചാരിക്കണ്ട. കഡിൽ ഡയറീസിൽ ആക്ച്വലി ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, കഡിൽ ഡയറീസിൽ അക്കൗണ്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അപ്പോൾ വെറുതെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിട്ട് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത്. അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് കഡിൽ ടോക്സ്. കഡിൽ ടോക്സ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ, ഇതേപോലെ ഒരു ചിറ്റ് ചാറ്റ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാനലാണ് കഡിൽ ടോക്സ്. വേറെ ഒന്നുമല്ല, എനിക്ക് പണ്ട് മുതലേ കുറേ സംസാരിക്കാനും കുറേ അഡ്വൈസസ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിന്നെ ഓൾസോ എനിക്ക് അതേപോലെ ഒരു ചാനൽ തുടങ്ങണം, മീൻസ് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഹായ് ഗൈസ് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു മടി കാരണമാണ് ഞാൻ അങ്ങനെ ഒരു ചാനൽ വേണ്ടെന്നുള്ള ആഗ്രഹം മാറ്റി വെച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഐ തോട്ട് വൈ നോട്ട് സ്റ്റാർട്ട് എ ചാനൽ, മീൻസ് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അത്. So I started a channel and I have already posted a video. So simple habits to build before 2026. അതായത് ഈ വീഡിയോയും ആ വീഡിയോയും നല്ലപോലെ ലിങ്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ വെച്ച് സ്വിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം ഒരു 10-20 സ്മോൾ സിമ്പിൾ ഹാബിറ്റ്, അതായത് 5 മണിക്ക് എഴുന്നേക്കണം, ജിമ്മിൽ പോകണം, അങ്ങനത്തെ ഒന്നും അല്ലാത്ത കുറേ ഹാബിറ്റ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും അറിയില്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ വീഡിയോസ് ഒക്കെ ഇടാൻ നോക്കാം. സോ do check it out. And third thing to do before 2026 is to refresh your vision board. ഈ വിഷൻ ബോർഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് എത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്നറിയോ, അറ്റ് വൺ പോയിന്റ് ഐ തോട്ട് വിഷൻ ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു സ്കാം ആണ്, മീൻസ് എല്ലാവരും വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ചെയ്യുന്നതാണ്, അതൊന്നും നടക്കില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു വർഷമാണ് ഞാൻ പ്രോപ്പറായിട്ടൊരു വിഷൻ ബോർഡ് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ വല്ലതൊക്കെ സേവ് ചെയ്തിടും, ഡിജിറ്റൽ ആയിട്ടുള്ള വിഷൻ ബോർഡ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ വർഷമാണ് ഞാൻ ഫിസിക്കലായിട്ട് ഒരു ക്യാൻവാസ് ഒക്കെ വാങ്ങി കട്ട് ചെയ്ത് ഒട്ടിച്ച്, നിങ്ങൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ യു വിൽ നോട്ട് ബിലീവ് ഇറ്റ്, ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. ആൻഡ് ദാറ്റ് ടു ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. മീൻസ് എനിക്ക് അറിയാം, ഞാൻ ഒട്ടിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്തായാലും ഈ വർഷം നടക്കില്ല, കാരണം ഒരു ചാൻസും ഇല്ല എന്നുള്ളതൊക്കെ. പക്ഷേ മാജിക്കലി ഇറ്റ് ഓൾ ഹാപ്പൻഡ്. സോ റീഫ്രഷ് യുവർ വിഷൻ ബോർഡ്. ഞാനിപ്പോൾ വിഷൻ ബോർഡൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ ലാസ്റ്റ് ഇയർ ചെയ്തിട്ടുള്ള വിഷൻ ബോർഡ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. സോ ഇതിൽ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 200K ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ അച്ചീവ് ചെയ്തു. പിന്നെ യൂട്യൂബിൽ ഞാൻ 5 lakh എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ആർ ഓവർ 1.2 million സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ഇതിൽ ഞാൻ ഒരിക്കലും നടക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്നറിയോ, ബീച്ച് കാണാൻ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ വർഷങ്ങളായി ബീച്ച് കണ്ടിട്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ ബീച്ച് കാണാൻ വേണ്ടി പോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്തു. അത് ഒരിക്കലും നടക്കാത്ത കാര്യമല്ല. നടക്കാത്തത് ദിസ് വൺ ആൻഡ് ഓൾസോ ദിസ് വൺ. അതായത് ഈ ഒരു വർഷം എനിക്കൊരു ഫ്ലൈറ്റ് യാത്ര വേണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് കുറേ വർഷമല്ല, ഒരു 2 വർഷം 3 വർഷത്തോളം. അപ്പോൾ ഈ ഒരു വർഷം ഒരു ഫ്ലൈറ്റ് യാത്ര പോകണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. ബിക്കോസ് ഈ ഒരു വർഷം എനിക്ക് എന്തായാലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വല്ലതൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ സോ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി വരുമ്പോൾ ഫ്ലൈറ്റിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഈ വർഷം നടന്നില്ല. ബട്ട് സ്റ്റിൽ യൂട്യൂബിൻ്റെ ഒരു ഇവന്റ് എവിടെ നിന്നും ഇല്ലാതെ പൊട്ടിമുളിച്ച് വന്നു. അതും അവർ സ്പോൺസേർഡ് ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു. എനിക്ക് വഴിക്ക് പോയി വരാൻ പറ്റി. ആൻഡ് ഐ വാസ് ലൈക്ക് അതായിരുന്നു എൻ്റെ എന്താ പറയുക ജെന്യൂൻ ആയിട്ടുള്ള റിയാക്ഷൻ. ദിസ് വൺ, അതായത് ഐ കാൺട്ട് ബിലീവ് ഇറ്റ്.
ഇതൊക്കെ കണ്ടില്ലേ, ഫ്ലൈറ്റിൻ്റെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചിലതൊക്കെ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളാണ്, മീൻസ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഇതൊക്കെ നമുക്ക് പിന്നെയും അച്ചീവ് ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഫ്ലൈറ്റിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സ് കൊണ്ട് കൈ തന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. സോ ഗൈസ്, ഈ ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഡു യുവർ വിഷൻ ബോർഡ്. ഇപ്പം തന്നെ ഹോംവർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടുത്ത വർഷം വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ സേവ് ചെയ്ത് വെച്ച് പ്രിൻ്റ് എടുത്ത് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. ഞാൻ എന്തായാലും ഒരു വീഡിയോ അതിനെപ്പറ്റി ഇടുക പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. നെക്സ്റ്റ് തിങ് യു ഷുഡ് ഡു ഇസ് ടു അപ്ഡേറ്റ് യുവർ സ്കിൻ കെയർ. നിങ്ങളിപ്പോൾ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് എ സ്കിൻ കെയർ. സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര സെറമൊക്കെ വരുത്തേച്ച് അത് തേച്ച് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അതൊന്നുമല്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നല്ലൊരു ക്ലെൻസർ, നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീൻ, 3 കാര്യങ്ങൾ മാത്രം വെച്ച് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ എ സ്കിൻ കെയർ ഗേളി, സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നേരെ പോവുക, ആ കബോർഡ് അങ്ങോട്ട് തുറക്കുക. ആ കബോർഡിൽ ഇഷ്ടം പോലെ പ്രോഡക്റ്റ്സ് നിരത്തി വെച്ചിട്ടുണ്ടാവും. എടുക്കുക, തിരിച്ച് അതിൻ്റെ എക്സ്പയറി നോക്കുക. എക്സ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പം തന്നെ എടുത്ത് കളയുക. കാരണം സ്പീക്കിംഗ് ഫ്രം എക്സ്പീരിയൻസ്, ഓരോ തവണ ഞാൻ ആ കബോർഡൊക്കെ തുറന്ന് ചില സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ 2014 സാധനങ്ങൾ വരെ എൻ്റെ കബോർഡിൽ ഇരിക്കാറുണ്ട്. അങ്ങനെയുള്ള എക്സ്പയർഡ് പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്ത് കളയുക. സ്കിൻ കെയർ ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ചില പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പുതിയ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ടു ലേൺ സംതിങ് ന്യൂ. അതായത് നമ്മൾ എപ്പോഴും ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ലൈക്ക് അങ്ങനെ വലിയ കാര്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, അത് കഴിഞ്ഞാൽ MTech പഠിക്കണം, അത് കഴിഞ്ഞാൽ MBA പഠിക്കണം, അങ്ങനത്തെ പഠിത്തമല്ല ഉദ്ദേശിച്ചത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് പുതിയൊരു ഡിഷ് വെക്കാൻ പഠിക്കുക, പുതിയൊരു സാധനം ബേക്ക് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുക. എന്തായാലും ഈ വീഡിയോ കാണുന്നതിൽ ഒരു 80% ആൾക്കാരെങ്കിലും K-ഡ്രാമാസും K-pop ഒക്കെ തലയിൽ കയറ്റി വെച്ച് നടക്കുന്ന ആൾക്കാരും കൊറിയൻ പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ പുതിയൊരു കൊറിയൻ ലാംഗ്വേജ് പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കുക, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ പഠിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാം. പിന്നെ നമുക്ക് ക്രോഷ്യ പഠിക്കുക, പെയിൻറ്റിങ് പഠിക്കുക, ക്രാഫ്റ്റ് പഠിക്കുക, ആർട്ട് പഠിക്കാം. The options are endless. And next thing you should do is to practice mirror affirmation. Mirror affirmation മുമ്പ് affirmation എന്താണെന്ന് പറയാം. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഓരോ കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് എടുത്തെടുത്ത് പറയാം. അതിനെയാണ് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയാം. ബേസിക്കലി അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, മറ്റേ പരിപാടിയില്ലേ, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, അതാണ് പരിപാടി. അതായത് നാട്ടുകാരെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ ചീത്ത പറയാനോ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമല്ല അഫർമേഷൻസ്. മറിച്ച് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാനും നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അഫർമേഷൻസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മിറർ അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഈ സെയിം കാര്യം പറയാം. ഈ ഒരു ഫോണാണ് എൻ്റെ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഐ എം ലവ്ഡ്, ഐ എം വർത്തി, ഐ എം കേപ്പബിൾ ഇതുപോലെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ റിഫ്ലക്ഷനും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളും പറയുമ്പോൾ നമ്മുടെ മൈൻഡിലും മനസ്സിലും ബ്രെയിനിലും ബോഡിയും എല്ലാം കൊണ്ടും നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തോന്നും. ഓക്കെ, ഭയങ്കര ആ ഒരു ഫീൽ എങ്ങനെ എടുത്തു പറയാമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം. സോ ദിസ് ഇസ് മിറർ അഫർമേഷൻ. വാട്ട് വി റിപ്പീറ്റ് വി റിമെമ്പർ. ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. ചില ആൾക്കാർ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കരമായിട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഇങ്ങനെ സ്വയം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഫീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു തോന്നലുണ്ടാവും നമുക്ക് ആരും ഇല്ല, നമ്മൾ ആരും നോക്കില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്കിന് പകരം പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ടുവരാം. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് എല്ലാവരും ഉണ്ട്, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആൾക്കാരുണ്ടാവും, ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ അത് ഫീഡായിട്ട് ബ്രെയിനിന് തന്നെ ഒരു തോന്നലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ട്, ഇനിയിപ്പോൾ എന്താ പ്രശ്നം, ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു തോന്നൽ വരും. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് മിറർ അഫർമേഷൻ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ, ചേഞ്ച് യുവർ ലുക്സ്. അതായത് ഒരു ന്യൂ ഇയറിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈസ് ന്യൂ ഇയർ ന്യൂ മീ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു വർഷം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നെക്സ്റ്റ് ഇയറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു പുതിയൊരു വർഷമാണ് എന്നുള്ളൊരു തോന്നലൊന്നും വരില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും നമ്മുടെ ലുക്സിലോ എന്തെങ്കിലുമൊക്കെ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് സ്റ്റാർട്ടിങ് പോലെ തോന്നും. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ എല്ലാ ന്യൂ ഇയറിനും ഹെയർ കട്ട് ചെയ്യും. ഹെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ നോക്കും. ഞാൻ ഒന്നല്ലെങ്കിൽ നല്ല ഷോർട്ടായിട്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഹെയർ കളറിങ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് 3rd ഇയർ പഠിക്കുന്ന ടൈമിലായിരുന്നു
നല്ലപോലെ ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല നീളത്തിൽ മുടി ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാനത് ഏകദേശം ഈ ഒരു ഷോൾഡർ ഈ ഒരു ലെങ്ത്തിന് വെട്ടിയിട്ട് നീല കളറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഫ്രഷ് സ്റ്റാർട്ട്. ഇപ്പം ആ ഒരു ടൈം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു കുളിർമഴ പെയ്യുന്ന ഒരു ഇഫക്റ്റാണ്. മുടി വെട്ടണം തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം കുറേ ആൾക്കാർക്ക് മുടി വെട്ടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഹെയർ കളർ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ട്രൈ എക്സ്പെരിമെന്റിങ് വിത്ത് യുവർ ക്ലോത്ത്സ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു പുതിയൊരു ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ എന്താ പറയുക നല്ല നല്ല കുറേ ടൈപ്പ് ഓഫ് ഈസ്തെറ്റിക്സ് ഒക്കെ ഉണ്ടല്ലോ. മറ്റേ സോഫ്റ്റ് ഗേൾ ഈസ്തെറ്റിക്, പിന്നെന്താ പറയുക കോട്ടേജ് കോർ, അക്കാഡമിയ, ലൈറ്റ് അക്കാഡമിയ, ഡാർക്ക് അക്കാഡമിയ, പിന്നെന്താ Y2K, അങ്ങനെ കുറേ സ്റ്റൈൽ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റൈൽ കണ്ടുപിടിച്ചിട്ട് പുതിയ പുതിയ ഡ്രസ്സസ് ഒക്കെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ടു മേക്ക് എ മോർണിംഗ് റുട്ടീൻ. ഞാൻ അത്ര വലിയ മോർണിംഗ് പേഴ്സൺ ഒന്നും അല്ല. എനിക്ക് രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ ചില സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തലേ ദിവസം തന്നെ ഞാനൊരു മോർണിംഗ് റുട്ടീൻ എഴുതി വെക്കും. അതായത് എഴുന്നേക്കണം, പല്ല് തേക്കണം, ബാത്റൂം പോകണം, ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം, ഇതെല്ലാം ഞാനൊരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. ബട്ട് എനിക്കത് എല്ലാവർക്കും വർക്കാവുമെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് വർക്കാവും. ഇങ്ങനെ ഞാൻ എഴുതി വെക്കുമ്പോൾ എനിക്ക് ആ ബോക്സ് ടിക്കിടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അത് നോക്കി ഞാൻ പല്ല് തേച്ചും അത് നോക്കി ഞാൻ വെള്ളം കുടിച്ചും ഒക്കെ ചെയ്യാറുണ്ട്. സോ മേക്ക് എ മോർണിംഗ് റുട്ടീൻ ദാറ്റ് ഫിറ്റ്സ് യു. ആൻഡ് അടുത്ത സംഭവം ഈസ് ടു സ്റ്റാർട്ട് റീഡിങ് എ ബുക്ക്. ഇത് എന്നെയും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ തന്നെ പറയുന്നത്. കാരണം ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ എടുത്തൊരു ദൃഢനിശ്ചയമായിരുന്നു ബുക്ക് വായിക്കുന്നുള്ളത്. ആൻഡ് ബുക്ക് വായിക്കാത്ത ഞാൻ ബുക്ക് വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കിഗായ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ ഏകദേശം ഒരു 15 പേജ് വായിച്ചു. 15 പേജ് മാത്രമേ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടുള്ളൂ. ഞാൻ ഈ ബുക്ക് വാങ്ങിക്കുന്ന ടൈമിൽ ഭയങ്കര ഒരു പട്ടി പ്രഹസനമൊക്കെ ആയിരുന്നു. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെയിലി 2 പേജ് വായിച്ചിട്ട് ഞാൻ ഉറങ്ങുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ബുക്ക് വായിക്കാനുള്ള ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഒന്നും നടന്നില്ലടാ. അപ്പോൾ ഈ വർഷം മുതലല്ല, ഇനി നാളെ മുതൽ വേണം എനിക്ക് ബുക്ക് വായിച്ച് തുടങ്ങാനായിട്ട്. സോ യു ഷുഡ് ഓൾസോ സ്റ്റാർട്ട് റീഡിംഗ് എ ബുക്ക്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ടു റീഡെക്കറേറ്റ് ഓർ റീഓർഗനൈസ് യുവർ ഹോം ഓർ സ്പേസ്. അതായത് നമ്മുടെ റൂം അല്ലെങ്കിൽ ഇപ്പോൾ റൂം സ്വന്തമായിട്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹാളോ വീടോ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർഗനൈസ് ചെയ്തിടുക. ഫോർ മീ പേഴ്സണലി ഇപ്പോൾ മൊത്തത്തിൽ വീട് എടുക്കുകയാണെങ്കിലും എൻ്റെ ഈ റൂം എടുക്കുകയാണെങ്കിലും ഈ ഓരോ ഫർണിച്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇടുമ്പോഴൊക്കെ എനിക്കൊരു പുതിയൊരു ഫീല് തോന്നാറുണ്ട്. കാരണം നമ്മൾ ഈ ഫർണിച്ചർ ഇപ്പോൾ ഒരു ബെഡ് ഒരു സൈഡും ഇപ്പോൾ ഒരു അലമാര ഒരു സൈഡ് ഇട്ടു എന്ന് വെച്ചോ, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് അതന്നെ കാണുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബോറിങ് ഫീല് തോന്നും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒന്നും വേണ്ട, ഈ കട്ടിൽ ഇപ്പുറത്ത് പിടിച്ചിട്ട് ഈ ഒരു അലമാരി ഇപ്പുറത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റൂമിൽ കയറുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടൊരു ഫീലിംഗ് തോന്നും. ഫർണിച്ചേഴ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ റീഡെക്കറേറ്റിംഗ് ദം. റീഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂമാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുള്ളത് വിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കർട്ടൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്മോൾ തിങ്സ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. കഡിൽ ടോക്സിൻ്റെ കാര്യം മറക്കണ്ട. വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വീഡിയോ മീൻസ് ആ ഒരു ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ ഗൈസ്, ദിസ് ഇസ് ആര്യ ചേച്ചി സൈനിങ് ഓഫ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്, ടേക്ക് കെയർ. ഗൈസ്, അരിച്ചേച്ചി പോയിട്ടില്ല, ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇത് ഈ വീഡിയോൻ്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഞാൻ അടുത്ത ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാം. രാവിലെ മുതൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള പോയിൻറ്സും കൂടെ എഡിറ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ പബ്ലിഷ് ചെയ്യേണ്ടി വരും. രാവിലെ എഴുന്നേറ്റ പാടെ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാണ്, ഫുഡ് പോലും മര്യാദ കഴിച്ചിട്ടില്ല. സോ ഐ തോട്ട് പാർട്ട് 2 ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ആ ചെറിയൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. കഡിൽ ടോക്സ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ബൈ.